തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഈ വിദേശ വിദ്യാഭ്യാസം ഓപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ ആണത്. പലപ്പോഴും വിദേശ വിദ്യാഭ്യാസം ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ എൻക്വയറി നടത്തി പ്രോസസ്സിങ്ങിൻ്റെ ടൈം ആവുമ്പോൾ ആണ് പലപ്പോഴും ആളുകൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അവെയർ ആവുക. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയ, USA, അയർലൻഡ്, ഫ്രാൻസ് എന്ന് തുടങ്ങിയുള്ള രാജ്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇത് വളരെ മാൻഡേറ്റ് ആയിട്ട് അവരുടെ പേരൻസ് ഓൾറെഡി ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടാക്സ് റിട്ടേൺസ് നമ്മുടെ ഇന്ത്യയിൽ IT ഫയൽ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ പോലത്തെ ഒരു രാജ്യം ഓപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ IT ഫയൽ ചെയ്തതിൻ്റെ പ്രൂഫ് കൊടുക്കാൻ പറയും. ഇത് പലപ്പോഴും പേരൻസ് ആപ്ലിക്കേഷൻ്റെ ടൈം ആകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവർ ഈ IT റിട്ടേൺസ് അടക്കമുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവില്ല. ഈവൻ നിങ്ങളുടെ ട്രാക്ക് കറക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം വന്നിട്ടുണ്ടാവാം. പക്ഷെ പല പേരൻസും IT ഫയൽ ചെയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ്. പേരൻസ് ഇത് പ്രോസസ്സ് ചെയ്യാൻ നിൽക്കുന്ന പേരൻസ് ആണെങ്കിൽ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പേരൻസും അറിഞ്ഞിരിക്കണം. പേരൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്തിരിക്കുകയും വേണം. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കാണ് കുട്ടികളെ വിടാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരെ മാസ്റ്റേഴ്സിന് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയ, US പോലത്തെ രാജ്യങ്ങളിലേക്കൊക്കെയാണ് വിടാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ IT ഇപ്പോൾ പേരൻറ്റിൻ്റെ, ഫാദറിൻ്റെയോ മദറിൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് വെച്ചിരിക്കണം. ചിലവർ ധൃതി പിടിച്ച് 3 വർഷത്തേക്ക് ഈ പ്രോസസ്സിങ് ടൈം ആകുമ്പോൾ 3 വർഷത്തേക്ക് IT ഒന്നിച്ച് ഫയൽ ചെയ്യണ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഫയൽ ചെയ്യണ സമയത്ത് അത് കൂടുതലും നമുക്കൊരു വിസ റിജക്ഷനുള്ള പോസിബിലിറ്റീസ് ആണ് കൂടുതലും ഉണ്ടാവുക. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അത്യാവശ്യം വന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ ധൃതി പിടിച്ച് ലാസ്റ്റ് 3 വർഷത്തെ ഒന്നിച്ചടച്ചു എന്നുള്ളൊരു ധാരണ ഈ എംബസിക്ക് വരും. അങ്ങനെ ഫയൽ ചെയ്തു എന്ന് തോന്നുന്ന സമയത്ത് അവർ നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. ചിലപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ തിരിഞ്ഞ് കിട്ടിയ പൈസ ആയിരിക്കാം. ഈ പൈസയൊക്കെ നമ്മൾ സേഫായിട്ട് FD ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കൊരു പക്ഷേ കുട്ടികളെ കയറ്റി വിടാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും. അവർ അവിടെ ചെന്നിട്ടാണെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്ത് അവരൊരു ജോലി കണ്ടുപിടിച്ച് സെറ്റ് ആവുന്ന വരെ നമുക്ക് അവരെ അഫോർഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഉള്ള ഫണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവാം. പക്ഷേ ഈ ഫണ്ട് നമ്മുടെ കയ്യിൽ വന്നു എന്നുള്ളതിന് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻകം പ്രൂഫ് നമ്മൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഇത് കൊണ്ട് മാത്രം, ഇങ്ങനൊരു പ്രൂഫ് കീപ്പ് ചെയ്യാത്തത് കൊണ്ട് മാത്രം പലപ്പോഴും പേരൻസ് പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു ഹസാർഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാനിലുള്ള പേരൻസ് ആണെങ്കിൽ പ്ലീസ് നിങ്ങൾ IT റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന കാര്യം എന്തായാലും കൺസിഡർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു ലാസ്റ്റ് 2 വർഷത്തെയും പിന്നെ ഇനി വരുന്ന വർഷത്തെയും കൂടെ എങ്കിലും നിങ്ങൾ ഫയൽ ചെയ്യാനായിട്ട് മറക്കാതെ നോക്കുക. ഈ ഓസ്ട്രേലിയ പോലത്തെ ഒരു രാജ്യം ഫയൽ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് അവർ പർട്ടിക്കുലറായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇൻകം ഉണ്ടോ എന്ന് മാത്രമല്ല, ഈ ഇൻകം നമുക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളതും ഇത് അറ്റ് എ സ്ട്രെച്ച് വന്നതാണോ അതുപോലെ പല ഘട്ടമായിട്ട് വന്നതാണോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ ചെക്ക് ചെയ്യും. ഈവൻ പല സമയങ്ങളിലും ഈ ഫണ്ട് വന്നതിൻ്റെ സോഴ്സ് പോലും അവർ പലപ്പോഴും ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ സിംഗിൾ ടൈമിൽ നമ്മളിതെല്ലാം കൂടെ ഫയൽ ചെയ്താൽ അവർക്ക് അത് കൂടുതൽ സസ്പീഷ്യസ് ആക്കുകയും ചെയ്യുള്ളൂ. നമ്മൾക്ക് സോഴ്സസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളതിന് ഒരു IT എങ്കിലും നമ്മൾ ഇൻകം ടാക്സ് എങ്കിലും നമ്മൾ ഫയൽ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒരുപാട് ഒഴിവായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക. മക്കളെ പുറത്ത് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഫണ്ട് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നമ്മൾ പല രാജ്യങ്ങളിലും നമ്മൾ ഇപ്പം അയർലൻഡ് ആണെങ്കിലും USA ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് ഇൻകത്തിന് പ്രൂഫ് കാണിക്കാൻ പറയും. പിന്നെ ഇതിന് ബദലായിട്ട് നമുക്ക് മറ്റൊരു പ്രൂഫ് കാണിക്കാൻ പറ്റാവുന്ന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ഫയൽ ചെയ്യാതെ നമുക്ക് ചെയ്യാനൊരു മാർഗം എന്നുള്ളത് നമ്മൾ ഒരു അഗ്രികൾച്ചറിൽ നിന്നുള്ള ഇൻകം കാണിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അത്രയും ലാൻഡ് ഏരിയ പലരുടെയും കയ്യിൽ ഉണ്ടാവാറില്ല.
അല്ലെങ്കിൽ അതിൽ നിന്ന് ഇത്ര സോഴ്സ് ഉണ്ടെന്ന് പലപ്പോഴും നമ്മുടെ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അങ്ങനെയൊന്നും നമുക്ക് ഇതിൻ്റെ പ്രൂഫുകൾ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതൊരു പ്രോബ്ലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ IT ഫയൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്സിങ്ങിനെ കുറിച്ച് ചെയ്യുക. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഫ്യൂച്ചറിലേക്ക്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് വയ്ക്കുക. അതുപോലെ സെപ്റ്റംബർ ഇൻടേക്ക് 2025 അഡ്മിഷൻസ് നോക്കുന്ന ആളുകളാണെങ്കിൽ, അതിനുശേഷം ജനുവരി 2026 അഡ്മിഷൻ നോക്കുന്ന ആളുകളാണെങ്കിലും പ്ലീസ് കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ്. അതേപോലെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചാർജ് ചെയ്യാറില്ല, ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതുപോലെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സുകളോ കാര്യങ്ങളോ അറിയാനാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമായിരുന്നു കൺസിഡർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.